ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 വോയിസസ് ഇൻ യൂണിസൺ എന്ന് പറയുന്ന യൂണിറ്റിലെ 2ാമത്തെ ലെസണായിട്ടുള്ള ആൻസ് എന്ന് പറയുന്ന ലെസണാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസ് എന്ന് പറയുന്നത്? ഒരു പോമാണ്. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് ഫസ്റ്റ് ടേം എക്സാമിന് ഉള്ളത്, ഓണം എക്സാമിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഹിയർ ഈസ് എ പോം about ants, read and enjoy. അപ്പോൾ ഇവിടെ എന്താണ്? ആൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പോമാണ്. ആൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പുകൾ. അപ്പോൾ ഉറുമ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു പോമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആൻസ്. Such a little thing we call the ant. It seems he has no word for can't. അപ്പോൾ എന്താണ് പറയുന്നത്? Such a little thing we call the ant. അപ്പോൾ എന്തൊരു ചെറിയ സാധനത്തിനെയാണ് നമ്മൾ ആൻഡ് എന്ന് വിളിക്കുന്നത്, ഉറുമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉറുമ്പുകൾ എന്താ? അത്രയും ചെറിയ ഒരു സാധനമാണ്, അത്രയും ചെറിയ ഒരു തിങ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആൻഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് സീംസ് ഹി ഹാസ് നോ വേർഡ് ഫോർ കാണ്ട്. അപ്പോൾ എന്താണ്? ഈ ആൻഡുകൾക്ക്, ഈ ഉറുമ്പുകൾക്ക് കാണ്ട് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ഇല്ല. കാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ഉറുമ്പുകളെ സംബന്ധിച്ച് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ദേ ക്ലൈംബ് അപ്പ് ഓവർ അറൗണ്ട് ആൻഡ് through. It seems there is nothing ants can do. അപ്പോൾ എന്താണ് അടുത്ത ലൈനിൽ പറയുന്നത്? ദേ വിൽ ക്ലൈംബ് അപ്പ് ഓവർ അറൗണ്ട് ആൻഡ് ത്രൂ. അപ്പോൾ അവരെന്താണ്? അവർ എന്തിൻ്റെ മേലേക്ക് വേണമെങ്കിലും അവർ ക്ലൈംബ് ചെയ്യും, അവർ കയറും. അതുപോലെ തന്നെ എന്തിൻ്റെ ചുറ്റും അവർ ഓടും, ചുറ്റും അവർ ക്ലൈംബ് ചെയ്യും, നടക്കുകയൊക്കെ ചെയ്യും. ആൻഡ് ത്രൂ, എന്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിലും അവർ പോവും. അപ്പോൾ എന്താണ്? അവരെന്ത് വേണമെങ്കിലും ക്ലൈംബ് ചെയ്യും, എന്തിൻ്റെ ചുറ്റും അവർ പോവും. അതുപോലെ തന്നെ എന്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിലും ഈ ഉറുമ്പുകൾക്ക് പോവാനായിട്ട് സാധിക്കും. ഇറ്റ് സീംസ് ദർ ഈസ് നത്തിങ് ആൻസ് ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഒന്നും കൂടിയും പറയാണ്, ഉറുമ്പുകൾക്ക് ചെയ്യാൻ പറ്റാതായിട്ട് ഒന്നും തന്നെയില്ല. അവർ ക്ലൈംബ് ചെയ്യും, അവർ എന്തിൻ്റെയും ചുറ്റും പോവും, ദെൻ എന്തിൻ്റെ ഉള്ളിലും പോവും. അങ്ങനെ ഉറുമ്പുകൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എന്താ? ദേ നെവർ ക്വിറ്റ്, ദേ നെവർ സ്റ്റേ, ദേ ഓൾവേസ് ഫൈൻഡ് അനദർ വേ. അപ്പോൾ എന്താണ് പറയുന്നത്? ദേ നെവർ ക്വിറ്റ്. അപ്പോൾ അവരൊരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തിനായാലും അത് അവർ ക്വൈറ്റ് ചെയ്യില്ല, അത് അവർ അവസാനിപ്പിക്കില്ല. അത് എന്താണ്? മതി എന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിർത്തിപ്പോയില്ല. ദേ നെവർ സ്റ്റേ. അവരെന്താണ്? അവർ അവിടെ തന്നെ നിൽക്കും ചെയ്യില്ല. പിന്നെ എന്താണ് അവർ ചെയ്യുക? ദേ ഓൾവേസ് ഫൈൻഡ് അനദർ വേ. എന്താണ്? അവർ വേറൊരു മാർഗം, വേറൊരു വഴി, പുതിയൊരു വഴി അവർ കണ്ടുപിടിക്കും. അപ്പോൾ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ല? അവർ അത് നിർത്തില്ല, ദെൻ അവരവിടെ നിൽക്കില്ല. പിന്നെ എന്താണ് അവർ ചെയ്യുക? അവർ അതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു മാർഗം അല്ലെങ്കിൽ പുതിയൊരു വഴി അവർ കണ്ടുപിടിക്കും. ടു ഗെറ്റ് ടു വേൾഡ് ദേ നീഡ് ടു ഗോ. അപ്പോൾ എന്തിനാണ്? എവിടേക്കാണോ അവർക്ക് പോകേണ്ടത്, എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അതിന് വേണ്ടി അവർ പുതിയൊരു മാർഗം കണ്ടുപിടിക്കും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഐ വണ്ടർ ഹൗ ദേ സീം ടു നോ ദിസ് ബഗ് സോ സ്മോൾ ദിസ് ടൈനി സ്പെക്ക് ക്യാൻ ടീച്ച് us all how to earn respect. ഐ വണ്ടർ ഹൗ ദേ സീം ടു നോ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ പുതിയൊരു വഴി കിട്ടുന്നത്, പുതിയൊരു മാർഗം കിട്ടുന്നത് എന്ന കാര്യത്തിൽ എന്താണ് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതം. Okay, this bug so small, this tiny speck can teach us all how to earn respect. എന്താണ്? this bug so small. അപ്പോൾ ഈ ബഗ്, ഈ ജീവി എന്ന് പറയുന്നത് വളരെയധികം ചെറുതാണ്. this tiny speck, tiny എന്ന് പറഞ്ഞാൽ എന്താ? വളരെയധികം ചെറുതായിട്ടുള്ള. സ്പെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡോട്ട് അല്ലെങ്കിൽ ഒരു കുത്ത്, അത്ര
അത്രയേ ഉള്ളൂ എന്ത് ഈ ആൻഡ് എന്ന് പറയുന്ന ഉറുമ്പ്. ക്യാൻ ടീച്ച് us all how to earn respect. പക്ഷേ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കാനായിട്ട് പറ്റും. എന്താണ് പറ്റുക? ഹൗ ടു ഏൺ റെസ്പെക്റ്റ്. എങ്ങനെയാണ് റെസ്പെക്റ്റ് ഏൺ ചെയ്യുക, എങ്ങനെയാണ് ബഹുമാനം നേടുക എന്നത് ഈ ചെറിയ ജീവിക്ക് നമ്മളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പോം അവസാനിക്കുകയാണ്. അപ്പോൾ എഴുതിയിട്ടുള്ളത് ആരാണ്? ഗാരി ബാരിസൺ. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, then കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ചെറുതായതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഈ വീഡിയോയിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ. ദ പോയിറ്റ് സേസ് ദാറ്റ് ആൻസ് ഡോണ്ട് നോ ദ വേർഡ് കാണ്ട്. വൈ? അപ്പോൾ പോയിറ്റ് പറയുന്നുണ്ട് ആൻസിന് കഴിയില്ല എന്ന് പറയുന്ന ഒരു വേർഡ് ഇല്ല എന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് ആൻസർ എഴുതി നോക്കാം. ദ പോയിറ്റ് സെഡ് ദാറ്റ് ആൻസ് ഡോണ്ട് know the word can't because they will never give up doing something. They always find another way. അപ്പോൾ എന്താണ്? അവരൊരു കാര്യം ചെയ്യുമ്പോൾ അവരൊരിക്കലും അവിടെ സ്റ്റോപ്പ് ചെയ്യില്ല. അവർ അതിന് പകരം എന്ത് ചെയ്യും? വേറൊരു വഴി അവർ കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പോയിറ്റ് എങ്ങനെ പറഞ്ഞത്? ആൻസ് ഡോണ്ട് നോ ദ വേർഡ് കാണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇൻ വാട്ട് വേസ് ഡു ആൻസ് ഷോ ദെയർ സ്ട്രെങ്ത് ഈവൻ ദോ ദേ ആർ സ്മോൾ. അപ്പോൾ അവർ ചെറുതാണെങ്കിലും ഈ ആൻസ് എങ്ങനെയാണ് അവരുടെ സ്ട്രെങ്ത് കാണിക്കുന്നത്? ദർ ഈസ് നത്തിങ് ദാറ്റ് ദ ആൻസ് കാൺ ഡു. അപ്പോൾ ഈ ഉറുമ്പുകൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവും ഇല്ല. They will climb up, over, around and through without a stop. അപ്പോൾ അവർ ഒരു സ്റ്റോപ്പും ഇല്ലാണ്ട് അവർ എന്ത് വേണേലും കയറും. അതുപോലെ എന്തിൻ്റെ ചുറ്റും അവർ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ എന്തിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിലും ഈ ഉറുമ്പുകൾക്ക് പോവാനായിട്ട് സാധിക്കും. വാട്ട് ലെസൺസ് ക്യാൻ യു ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് ആൻഡ്. അപ്പോൾ ഈ ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ലെസണാണ് കൂട്ടുകാർക്ക് കിട്ടുന്നത്? എന്താണ്? ഫ്രം ദ ലൈഫ് ഓഫ് ആൻഡ് വി ക്യാൻ ലേൺ ഹൗ ടു ഓവർകം ചാലഞ്ചസ് ഇൻ അവർ ലൈഫ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നമുക്ക് ഈ ഉറുമ്പിൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് അവേ വി നീഡ് ടു ഫൈൻഡ് അനദർ വേ ആൻഡ് റെഡി ടു ഫേസ് ചാലഞ്ചസ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഓടിപ്പോകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേറൊരു വഴി കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടണം. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് കടക്കാം. Activity 1. In the poem ants, the word and can't are rhyming words. അപ്പോൾ നമ്മുടെ പോമിൽ അറിയാം ആൻഡും കാണ്ടും എന്താണ്? റൈമിങ് വേർഡ്സ് ആണ്. ലാസ്റ്റത്തെ സൗണ്ട് നോക്കൂ. ആൻഡ്, ഉണ്ട്, കാണ്ട്, ഉണ്ട്. അപ്പോൾ രണ്ടും എന്താണ്? സെയിം സൗണ്ടാണ്. അപ്പോൾ പോമിലെ ലൈൻസിൻ്റെ അവസാനത്തെ വേർഡ്സ് എന്താണ്? ഇങ്ങനെ സെയിം സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ആ വേർഡ്സിനെയാണ് നമ്മൾ റൈമിങ് വേർഡ്സ് എന്ന് പറയുക. അപ്പോൾ ഈ പോമിൽ ബാക്കിയുള്ള റൈമിങ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റൈമിങ് വേർഡ്സ് എഴുതി നോക്കാം. അപ്പോൾ റൈമിങ് വേർഡ്സ് ആണ് എഴുതിയിട്ടുള്ളത്. സ്റ്റേ, വേ. ലാസ്റ്റ് നോക്കൂ. സ്റ്റേ, വേ, എന്നുള്ള സൗണ്ടാണ് വരുന്നത്. പിന്നെ അടുത്തത് ഗോ, നോ. ലാസ്റ്റ് ഓ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2 നോക്കാം. റീഡ് ദ റിഡിൽ ഗിവൻ ബിലോ. അപ്പോൾ റിഡിൽ തന്നിട്ടുണ്ട്. റിഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനത്തിന് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അത് എന്താണെന്ന് എഴുതണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ. അപ്പോൾ ഞാൻ രാത്രി ആകാശത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ തിളങ്ങും, ട്വിങ്കിൾ ചെയ്യും. ബ്രൈറ്റ് ആൻഡ് ഫാർ. അപ്പോൾ നല്ല ബ്രൈറ്റാണ്, എന്നാൽ അതുപോലെ തന്നെ നല്ല ദൂരെയാണ്. ഹൈ ഇൻ ദ സ്കൈ. ആകാശത്ത് എന്താണ്? നല്ല മേലെയാണ്. ആൻഡ് മേക്ക് പാറ്റേൺസ് ഇൻ നൈറ്റ്. രാത്രി എന്തുണ്ടാക്കും? ഇങ്ങനെ ഓരോ പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കും. ഹൂ ആം ഐ. ആരാണ് ഞാൻ?
ഞാൻ. ആരാണ് ഇതൊക്കെ കൂടി വരുന്നത്? ആരാണ്? ട്വിങ്ക്ലിയും ബ്രൈറ്റാണ്, ആകാശത്താണ്, നല്ല ദൂരെയാണ്, പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ആരായിരിക്കും ഞാൻ? സ്റ്റാർ. അപ്പോൾ സ്റ്റാറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താ? നൗ മേക്ക് റിഡിൽസ് അബൌട്ട് ആൻഡ്, ബട്ടർഫ്ലൈ ആൻഡ് ഹണി ബീ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആൻറ്റിനെയും ബട്ടർഫ്ലൈനെയും അതുപോലെ ഹണി ബീനെയും കുറിച്ചിട്ട് താഴെ റിഡിൽ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആൻറ്റിനെ കുറിച്ചിട്ടുള്ള റിഡിൽ നോക്കാം. I am tiny. I live in a line. I carry food that's bigger than mine. What am I? അപ്പോൾ ഞാൻ ചെറുതാണ്, ഞാൻ ലൈനായിട്ടാണ് നിൽക്കുക. ഐ ക്യാരി ഫുഡ് ദാറ്റ് ബിഗർ ദാൻ മീ. അപ്പോൾ എന്നേക്കാൾ വലിപ്പമുള്ള ഭക്ഷണം ഞാൻ ക്യാരി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആരാണ് ഞാൻ? ആരാണ്? ആൻഡാണ്, ഉറുമ്പാണ്. ഓക്കെ, ഇനി നമുക്ക് ബട്ടർഫ്ലൈനെ കുറിച്ചിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം. ഐ ഹാവ് കളർഫുൾ വിങ്സ്. ഐ ഡാൻസ് ഇൻ ദ എയർ. Flowers, I sip with a general care. I change from a caterpillar. It's quite a sight. What am I? അപ്പോൾ എനിക്ക് എന്തുണ്ട്? കളർഫുൾ ആയിട്ടുള്ള വിങ്സ് ഉണ്ട്. എനിക്ക് കാറ്റിൽ ഡാൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഫ്ലവറിൽ നിന്ന് എന്ത് ചെയ്യും? സിപ്പ് ചെയ്യും. ഞാനൊരു കാറ്റർപില്ലറിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വന്നതാണ്. ആരാണ് ഞാൻ? ആരാണ്? ബട്ടർഫ്ലൈ ആണ്. ഇനി നമുക്ക് അടുത്തത് എഴുതാം. I am busy as can be collecting nectar with glee. In the garden, I buzz from flowers to flower I will be. I make something sweet that people love to eat. Who am I? അപ്പോൾ എന്താണ്? ഞാൻ ഈ ഫ്ലവറിൽ നിന്നൊക്കെ നെക്ടർ കളക്ട് ചെയ്യണ തിരക്കിലായിരിക്കും. ദെൻ എന്താണ്? ഞാൻ ഫ്ലവറിൽ നിന്ന് ഫ്ലവറിലേക്ക് ഇങ്ങനെ ബസ് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കി പോവും. ഞാൻ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ ഉണ്ടാക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? വാട്ട് ആം ഐ? ആരാണ് ഞാൻ? ആരാണ്? ഹണി ബീ ആണ്. ഇനി ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറൗണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് വേർ ആൻഡ്സ് ലിവ്. അപ്പോൾ എന്താണ്? അപ്പോൾ കൂട്ടുകാരെ വീടിന് ചുറ്റും ഒന്ന് നോക്കുക. എവിടെയാണ് ഈ ഉറുമ്പുകളൊക്കെ താമസിക്കുന്നത്? ഒബ്സർവ് ദം. ഡ്രോ എ പിക്ചർ ഓഫ് ആൻഡ്സ് വർക്കിംഗ് ടുഗെദർ. Write a few sentences about what they are doing and how they help each other. അപ്പോൾ അതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഈ ആൻഡ്സ് ഇങ്ങനെ വർക്ക് ചെയ്യില്ല, അതായത് അവരെന്താണ് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ അവരെല്ലാവരും കൂടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാം, എല്ലാവരും ഗ്രൂപ്പായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ വരയ്ക്കുക. ദെൻ എന്ത് ചെയ്യണം? ഡ്രോ എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ഹൗ ദേ ഹെൽപ്പ് ഈച്ച് അതർ. അപ്പോൾ അവർ എങ്ങനെയാണ്, എന്താണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരെങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്നതിനെ കുറിച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം പിക്ചർ വരയ്ക്കുക, പിന്നെ അതിൻ്റെ അടിയിലായിട്ട് സെൻറ്റൻസ് എഴുതുക. പിക്ചർ കൂട്ടുകാർ വരയ്ക്കുക, then അതിൻ്റെ അടിയിലായിട്ട് എഴുതുക. ആൻഡ്സ് വർക്ക് ടുഗെദർ ഫുഡ്, ബിൽഡ് ഹോംസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ബേബീസ്. അപ്പോൾ എന്താണ്? ആൻഡ്സ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് ഗ്യാദർ ചെയ്യാനും, അതായത് ഫുഡ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാനും വീടുണ്ടാക്കാനും അതുപോലെ കുട്ടികളെ നോക്കാനും ഒക്കെ അവർ ഒരുമിച്ചിട്ടാണ് ചെയ്യാറ്. ദേ ഹെൽപ്പ് ഈച്ച് അതർ ബൈ ക്യാരിയിങ് തിങ്സ് ടുഗെദർ, വർക്കിംഗ് ആസ് എ ടീം ആൻഡ് സപ്പോർട്ടിങ് വൺ അനദർ. അപ്പോൾ എന്താണ്? അവർ പരസ്പരം ഇങ്ങനെ എല്ലാവരെയും സഹായിക്കും. എങ്ങനെയാണ് സഹായിക്കുക? സാധനങ്ങളൊക്കെ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുവരിക. ദെൻ അവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യും, അങ്ങനെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ സഹായിക്കും. ദിസ് ടീം വർക്ക് മേക്സ് ദെയർ കോളനി സ്ട്രോങ് ആൻഡ് ഹാപ്പി. അപ്പോൾ ഇതാണ് എന്തുണ്ടാക്കുക? ഈ ടീം വർക്കാണ് അവരെ കോളനിയെ ഇങ്ങനെ ഹാപ്പി ആയിട്ടും സ്ട്രോങ് ആയിട്ടിരിക്കാനും ഹെൽപ്പാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വരെയാണ് നമ്മുടെ ടേം 1 എക്സാമിനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഓരോന്നായിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.